ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം നമുക്ക് പഠിക്കാം. ലാസറിൻ്റെ മരണം. ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബെഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്തു തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല, ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. യേശു പുനരുത്ഥാനവും ജീവനും. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിന് അടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു, എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കരയുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്തു തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിങ്കൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്നു കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? ലാസറിനെ ഉയർപ്പിക്കുന്നു.
യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കിൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്തു മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ടും ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. യേശുവിനെ വധിക്കാൻ ആലോചന. മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല. പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും. അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്തു വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്തു വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് ഞങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും കൽപ്പന കൊടുത്തിരുന്നു. ദൈവത്തിന് സ്തുതി. 11-ാം അധ്യായത്തില് 57 തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത്. 57 തിരുവചന ഭാഗങ്ങളാണുള്ളത്. യേശുവിനെ വധിക്കാൻ ആലോചന, ലാസറിനെ ഉയർപ്പിക്കുന്നു, യേശു കരയുന്നു, യേശു പുനരുത്ഥാനവും ജീവനും, ലാസറിൻ്റെ മരണം. ഇത്രയും തലക്കെട്ടുകളാണുള്ളത്. 1 ലാസറിൻ്റെ മരണം, 2 യേശു പുനരുത്ഥാനവും ജീവനും, 3 യേശു കരയുന്നു, 4 ലാസറിനെ ഉയർപ്പിക്കുന്നു, 5 യേശുവിനെ വധിക്കാൻ ആലോചന. ഇത്രയും തലക്കെട്ടുകളാണുള്ളത്. 57 തിരുവചന ഭാഗങ്ങളുമാണ് 11-ാം അധ്യായത്തിലുള്ളത്. നമുക്ക് ഓരോ വചനവും തിരിച്ച് വായിച്ചു നോക്കാം. 11-ാം അധ്യായം 1-ാം വാക്യം. ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബെഥാനിയായിൽ നിന്നുള്ളവനായിരുന്നു. 2-ാം വാക്യം. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. 11-ാം അധ്യായം 2-ാം തിരുവചനത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാം വാക്യത്തിലും ലൂക്ക 7:38 മർക്കോസിൻ്റെ സുവിശേഷം 14:3 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. 3-ാം തിരുവചനം എന്നാണെന്ന് നോക്കാം. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. 4-ാം തിരുവചനം. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. പലപ്പോഴും നാം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ചില സഹനങ്ങൾ മാറിപ്പോകാത്തതിനുള്ള കാരണം ഇത് തന്നെയായിരിക്കും. അങ്ങനെ വചനം എനിക്കുള്ള വചനമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് സംഭവിക്കും കേട്ടോ. അത് പ്രത്യുത ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. 4-ാം തിരുവചനം.
11:4 കുറിച്ച് താഴെ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 5-ാം വാക്യം, യേശു മർത്തായെയും അവളുടെ സഹോദരിയായ ലാസറിനെയും സ്നേഹിച്ചിരുന്നു. 6-ാം വാക്യം, എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിനു വേണ്ടി ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ താമസം വരും. 7-ാം തിരുവചനം, അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. 8-ാം തിരുവചനം, ശിഷ്യന്മാർ ചോദിച്ചു, ഗുരോ, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? 8-ാം തിരുവചനത്തെക്കുറിച്ച് താഴെ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്നു നോക്കാം. 11:8 യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 39-ാം വാക്യത്തിലും 10-ാം അധ്യായം 31-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 9-ാം തിരുവചനം എന്താണെന്ന് നോക്കാം. യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല, ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. 10-ാം തിരുവചനം, രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. 11-ാം തിരുവചനം, അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. 11-ാം തിരുവചനത്തെക്കുറിച്ച് താഴെ പരാമർശിച്ചിട്ടുണ്ട്. 11-ാം തിരുവചനം മത്തായിയുടെ സുവിശേഷം 9:24-ലും 27-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 24-ലും 27-ാം വാക്യത്തിലും 27-ാം അധ്യായം 52-ാം വാക്യത്തിലും അങ്ങനെയായിരിക്കും അല്ലേ. 9-ാം അധ്യായം 24-ലും 27-ാം അധ്യായം 52-ലും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 39-ലും ലൂക്കായുടെ സുവിശേഷം 8:52-ലും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:60-ലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. 11:11 കുറിച്ച്. ഇനി 11-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. 13-ാം വാക്യം, യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. 14-ാം വാക്യം, അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. 15-ാം വാക്യം, നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു, നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. 16-ാം തിരുവചനം, ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അപ്പോൾ ലാസർ മരിച്ചു, ഇനി പോയാൽ യേശുവും മരിക്കുമോ എന്ന് എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് പാവം തോമാസ് ലീഹ പറഞ്ഞു, ദിദിമോസ് പറയുകയാണ്, അവനോടുകൂടെ നമുക്കും മരിക്കാമെന്ന്. ഈ 16-ാം തിരുവചനത്തെക്കുറിച്ച് താഴെ പരാമർശിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഇവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത തിരുവചനം നോക്കാം. ഇനി അപ്പോൾ അത്രയും ലാസറിൻ്റെ മരണം എന്ന് പറയുന്ന തലക്കെട്ടിന് താഴെ 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണുള്ളത്. 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. അടുത്ത തലക്കെട്ട് യേശു പുനരുത്ഥാനവും ജീവനും. യേശു പുനരുത്ഥാനവും ജീവനും എന്ന തലക്കെട്ടിന് താഴെ 17 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണുള്ളത്. നമുക്ക് നോക്കാം. 17-ാം അധ്യായം, ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിന് അടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. ഈ സ്താദിയോനെ കുറിച്ച് താഴെ പറഞ്ഞിട്ടുണ്ട്. 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞ 15 സ്താദിയോൺ ഏകദേശം 3 കിലോമീറ്റർ ദൂരം വരും. 15 സ്താദിയോൺ എന്ന് പറയുന്നത് ഏകദേശം 3 കിലോമീറ്റർ ദൂരം ഉണ്ടോ, ദൂരം വരും. ഇനി 19-ാം തിരുവചനം എന്താണെന്ന് നോക്കാം. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവളുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. 20-ാം വാക്യം, യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു, എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ രണ്ടുപേരും കേട്ടതാണ്, പക്ഷെ മർത്തായാണ് അവനെ സ്വീകരിച്ചത്, മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. ഇനി 21-ാം വാക്യം, മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന വചനം ആർക്കറിയായിരുന്നു? മർത്തയ്ക്ക് അറിയായിരുന്നു. അപ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ഒക്കെ മർത്ത വിശ്വസിച്ചിരുന്നു. അവളുടെ വിശ്വാസം ആഴപ്പെട്ടതായിരുന്നു. നമുക്ക് പലപ്പോഴും
പിതാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കിട്ടുമോ കിട്ടില്ലോ എന്ന് നമുക്ക് സംശയമുണ്ട്. പക്ഷേ മർത്തായ്ക്ക് ഉറപ്പായിരുന്നു. മർത്ത പറയുന്നത് കേട്ടോ, എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ആ വചനം നമുക്ക് പഠിക്കാം, ആവർത്തിച്ചിട്ടല്ല കേട്ടോ. അപ്പോൾ യേശു പറഞ്ഞു 23-ാം തിരുവചനം, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, യേശു പറഞ്ഞു. 24-ാം വചനം മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള സത്യം ആർക്കറിയാം? മർത്തായ്ക്ക് അറിയാം. എന്നാലേ ഇപ്പോൾ യേശു ഉയർപ്പിക്കുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? പലപ്പോഴും അങ്ങനെ അപ്രതീക്ഷിതമായ യേശു പലരെയും സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈശോയുടെ കൂടെ നടക്കുന്നവരിൽ നിന്ന് കാണാം. നമ്മളും ഈശോയുടെ കൂടെ നടന്നാൽ നമുക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞു തരും. നമ്മൾ തകർന്നു എന്ന് വിചാരിക്കുന്ന അവസരങ്ങളിൽ പോലും ഈശോ നമ്മെ കൈപിടിച്ചുയർത്തും. ഈ 24-ാം തിരുവചനത്തെക്കുറിച്ച് താഴെ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് നോക്കട്ടെ കേട്ടോ. 11-ാം അധ്യായം 24-ാം വാക്യം 17:2 ദാനിയേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ 11:24 കുറിച്ച് അതായത് അന്ത്യദിനത്തിൽ ഉയർത്തി നിൽക്കുന്നതിനെക്കുറിച്ച് ദാനിയേൽ പ്രവാചകന് 17-ാം അധ്യായം 2-ാം വാക്യത്തിലും യോഹന്നാൻ്റെ സുവിശേഷം 5:28 അപ്പോസ്തല പ്രവർത്തനങ്ങൾ 24:15 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. 11:24. ഇനി 11-ാം അധ്യായം 25-ാം വാക്യം എന്നാന്ന് നോക്കി. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കേട്ടോ, യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. അപ്പം നോക്കി 11:25 കുറിച്ച് 11-ാം അധ്യായം 25-ാം വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യത്തിലും 5-ാം അധ്യായം 26-ാം വാക്യത്തിലും വെളിപാടിൻ്റെ പുസ്തകം 1:18 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. 1:26 എന്നാ നോക്കാം. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, ഇത് നീ വിശ്വസിക്കുന്നുവോ? 27-ാം തിരുവചനം അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മർത്തായ്ക്ക് സങ്കീർത്തനങ്ങളെക്കുറിച്ചും ദൈവവചനങ്ങളെക്കുറിച്ചും മോശ മുതൽ എഴുതി തുടങ്ങിയ പ്രവാചകന്മാരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഗാഢമായ അറിവുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അത് ബാല്യകൗമാര യൗവനങ്ങളിൽ പഠിച്ചെടുത്തതായിരിക്കും. അപ്പോൾ കുഞ്ഞുനാളുകളിൽ കുട്ടികൾ എന്ത് പഠിക്കുന്നു അത് അവരുടെ മനസ്സിൽ തറയ്ക്കും. അപ്പോൾ കുട്ടികളെ ചെറുപ്പം മുതൽ വിശ്വാസത്തെ വളർത്താനും ദൈവവചനത്തോട് ആഭിമുഖ്യമുള്ളവരാക്കി വളർത്താനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 27-ാം വാക്യം അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു രക്ഷകനെ അയക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ആർക്കുണ്ടായിരുന്നു? മർത്തായ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുന്നത്. അന്ന് ആ കാലങ്ങളിൽ അത്ഭുതങ്ങൾ കണ്ടിട്ടും യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് പലർക്കും സംശയം തോന്നിയിട്ടും പലരും അത് അവഗണിച്ചു. 11:27 മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 11:28 എന്നാന്ന് നോക്കാം. യേശു കരയുന്നു എന്ന തലക്കെട്ടാണ് കേട്ടോ. യേശു കരയുന്നു എന്ന തലക്കെട്ട് അതിന് താഴെ 28 മുതൽ 36 വരെയുള്ള ഭാഗങ്ങളാണുള്ളത്. യേശു ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. അപ്പോൾ അവൾ പോയി മറിയത്തെ വിളിച്ചു. മാർത്ത പോയിട്ട് മറിയത്തെ വിളിച്ചു. എന്നിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ദേ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നുവെന്ന്. 29-ാം തിരുവചനം ഇത് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. കേട്ട ഉടനെ വേഗം ചെന്നു. ഇനി 30-ാം തിരുവചനം യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. പലപ്പോഴും യേശു നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അനുഗ്രഹം വാങ്ങാൻ യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവനെ കയറി വരായിരുന്നു, എന്തോ അറിയില്ല, ദൈവഹിതം. യേശു അവിടെ തന്നെ നിന്നു. അടുത്ത തിരുവചനം 31 മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവർ ശവകുടീരത്തെങ്കിൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു.
അപ്പോൾ മറിയം തിടുക്കത്തിൽ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ എന്താ വിചാരിച്ച്, അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകൂടീരത്തിങ്കിൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. 32-ാം തിരുവചനം, മറിയം യേശു നിന്നിരുന്നെടുത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. കണ്ടോ, യേശുവിൻ്റെ കാൽക്കൽ വീണ് പറയുകയാണ്. അപ്പോൾ ആ വിശ്വാസം അത്രമേൽ യേശു വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുക, വേണമെങ്കിൽ എന്നെ ഇവിടെ വന്ന് കാണട്ടെ എന്ന് ചിന്തിക്കാതെ അവൾ ഓടി. കണ്ടോ, തിടുക്കത്തിൽ പോയി എന്നാണ് പറഞ്ഞത്. നമുക്കും യേശു ദൈവസാന്നിധ്യമുള്ള ഇടങ്ങളിലേക്ക് ഓടിച്ചെല്ലാം നമ്മുടെ ഇടവക ദേവാലയത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇപ്പം യേശു ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് നമുക്ക് പോകാം. മറിയം യേശു നിന്നിരുന്നെടുത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. 33-ാം തിരുവചനം, അവളും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു. അപ്പോൾ അവളും മർത്തായും മറിയവും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു. മർത്ത കരയുന്നതായിട്ട് ഇവിടെ പറയുന്നില്ല കേട്ടോ. അവളും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവേർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു. അപ്പം ഇതിനു മുമ്പ് മർത്ത തൻ്റെ വിശ്വാസം ഏറ്റു പറഞ്ഞു. കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ക്രിസ്തുവാണെന്ന് മർത്ത തൻ്റെ വിശ്വാസം ഇവിടെ ഏറ്റു പറഞ്ഞിരുന്നു. അപ്പോൾ അതോടുകൂടി അവളുടെ കരച്ചിൽ നിന്ന് കാണുമായിരിക്കും. അപ്പോൾ അവളും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവേർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു. 34-ാം തിരുവചനം, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്നു കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. 35-ാം തിരുവചനം, യേശു കണ്ണീർ പൊഴിച്ചു. അതിന് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ചെറിയ തിരുവചനവും ഇതാണെന്നാണ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചേക്കണേ. ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. യേശു കണ്ണീർ പൊഴിച്ചു. അടുത്ത തിരുവചനം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ച വചനത്തെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 41-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത തിരുവചനം, അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? അപ്പോൾ ചിലർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ നേരത്തെ വന്ന് ലാസറിനെ സുഖപ്പെടുത്താത്തതെന്ന് കുറ്റപ്പെടുത്തി. ലാസറിനെ ഉയർപ്പിക്കുന്നു. 38-ാം തിരുവചനം, ലാസറിനെ ഉയർപ്പിക്കുന്നു. ലാസറിനെ ഉയർപ്പിക്കുന്നു എന്ന തലക്കെട്ടോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ലാസറിനെ ഉയർപ്പിക്കുന്നു എന്ന തലക്കെട്ടിന് താഴെ 38 മുതൽ 44 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത്. ഇനി അതൊക്കെ വായിക്കാം. 38, യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വച്ചിരുന്നു. 39-ാം തിരുവചനം, യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. ഇനി 38-ാം തിരുവചനത്തെക്കുറിച്ച് താഴെ എന്തോ പരാമർശിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. 11:38, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 60-ാം വാക്യത്തിലും, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 46-ാം വാക്യത്തിലും, ലൂക്കായുടെ സുവിശേഷം 24:2-ലും, യോഹന്നാൻ്റെ സുവിശേഷം 20:1-ലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവരെ പരാമർശിച്ചിരിക്കുന്നത്. 11:38. ഇനി 11-ാം അധ്യായം 39-ാം വാക്യം വായിക്കാം. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. 40-ാം തിരുവചനം, യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? 41-ാം തിരുവചനം, അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ പിതാവ് പ്രാർത്ഥന കേട്ട് എന്ന് യേശു ഉറച്ചു വിശ്വസിക്കുന്നു. കണ്ടോ, ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ഗാഢബന്ധം നമുക്ക് വ്യക്തമാക്കി തരുന്ന തിരുവചന ഭാഗമാണ്. പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. 42-ാം തിരുവചനം, അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എന്നെ അയച്ചത് അങ്ങാണെന്ന് ചുറ്റുമുള്ള ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് അവന് ലാസറിനെ ഉയർപ്പിക്കുന്ന ഈ അത്ഭുതം പ്രവർത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 43-ാം തിരുവചനം, ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക.
ഇനി 44 തിരുവചനം. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു, അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവനോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. അങ്ങനെ യേശു ലാസറിനെ ഉയർപ്പിച്ചു. ഇനി അടുത്ത തിരുവചന ഭാഗം, യേശുവിനെ വധിക്കാൻ ആലോചന എന്ന് പറയുന്ന ഈ ഭാഗം മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 1 മുതൽ 5 വരെയും, മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 2 വരെയും, ലൂക്കായുടെ സുവിശേഷം 22 മുതൽ 1-2 വാക്യങ്ങളിലും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ വധിക്കാനുള്ള ആലോചന നടത്തിയത് മത്തായും മർക്കോസും ലൂക്കായും യോഹന്നാനും എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 45 വാക്യം, മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. ക്രിസ്തു മിശിഹായെ കാത്തിരുന്ന അനേകര് ക്രിസ്തുവിൽ വിശ്വസിച്ചു. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചതു കണ്ട് അവനിൽ വിശ്വസിച്ചു. 46 വാക്യം, എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞു. 47 വാക്യം, അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അപ്പോൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്ന കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ ചിലർക്ക് അത് അസഹനീയമായി തോന്നും. 48 വാക്യം, അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും, അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. 49 വാക്യം, അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. 50 തിരുവചനം, ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. 51 തിരുവചനം, അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. 52 തിരുവചനം, ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും. 52 തിരുവചനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 16-ലും 17 അധ്യായം 21-ലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 53 വാക്യം, അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. 54, അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചിരുന്നില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്തു വസിച്ചു. എവിടെയാണ്? എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്തു വസിച്ചു. ഇനി 55 തിരുവചനം, യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി. 55 തിരുവചനത്തെക്കുറിച്ച് താഴെ പരാമർശിച്ചിരിക്കുന്നതെന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 26:2-ലും, മർക്കോസിൻ്റെ സുവിശേഷം 14:1-ലും, ലൂക്കായുടെ സുവിശേഷം 22 അധ്യായത്തിലും 1 വാക്യത്തിലും, യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം 1 വാക്യത്തിലും, 2 ദിനവൃത്താന്തം 30:17-ലും, യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 13 വാക്യത്തിലും 6 അധ്യായം 4 വാക്യത്തിലും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 55 തിരുവചനം ഒന്നുകൂടെ കേൾക്കാം. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി. ഇനി അടുത്തത് 56 വാക്യം, അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? 57 തിരുവചനം, അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും പരിസേയരും കൽപ്പന കൊടുത്തിരുന്നു. അത്രയാണ് യേശുവിനെ വധിക്കാൻ ആലോചന എന്ന തലക്കെട്ടിന് താഴെ 45 മുതൽ 57 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത്. ലാസറിനെ ഉയർപ്പിക്കുന്നു എന്ന തലക്കെട്ടിന് താഴെ 38 മുതൽ 44 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ആവർത്തിച്ച് കേട്ട് പഠിക്കുമല്ലോ. ബാക്കിയുള്ള ഭാഗം കൂടി ഞാൻ കഴിയുന്നത് പോലെ കയറ്റിയിടുന്നതാണ്. ആവർത്തിച്ച് കേട്ട് വായിച്ച് ധ്യാനിച്ച് ലോക്കോസ് ക്വിസിന് 100 മേടിക്കുക, മാർക്ക് മേടിക്കുക എന്നതിനേക്കാൾ ഉപരി വചനം ധ്യാനിച്ച് വചനം മാംസമായി യേശുവിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ എവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.